ദി ഹങ്കർ ട്രാവലറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് നമ്മൾ ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റൈസാണ് ഉണ്ടാക്കുന്നത്. തക്കാളി ചോറ്, അതായത് ടൊമാറ്റോ റൈസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതും വളരെ ഈസി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റെസിപ്പി നോക്കാം. കുക്കർ ഇതാ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കണം. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം. ഞാൻ എല്ലാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. 2 നുള്ളി കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ഒരു കറുത്ത ഏലക്ക ഇടാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പച്ച ഏലക്ക ഇടാം. പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഇടുക. പിന്നെ ഒരു ഗ്രാമ്പു അത് ഇടാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിപത്രിക ഉണ്ടല്ലോ, അതും കൂടെ ഇടാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു വലിയ സബോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ റൈസിനും കൂടെ ചേർത്തിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല അളവിലാണ് ഞാൻ ഇവിടെ ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് അതിൻ്റെ ഒന്ന് പച്ചമണം മാറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 10 പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ വെള്ളമുളക് ആയതുകൊണ്ടാണ് 10 എണ്ണം ചേർത്ത് കേട്ടോ. ഇത് ചെറിയ മുളകാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ, സാധാ പച്ചമുളകാണെങ്കിൽ 2 എണ്ണം ചേർത്താൽ മതി. ഇനി ഒരു വലിയ തക്കാളി ഉണ്ടല്ലോ, അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറേ നേരം വഴറ്റൊന്നും വേണ്ട കേട്ടോ. വെറുതെ ഒന്ന് മിക്സ് ആക്കിയിട്ട് മസാല ഒന്ന് അതുമ്മ പിടിച്ചാൽ മതി. അതിന് ശേഷം ഒരു ചെറിയ കപ്പ്, ഞാനിവിടെ ഒരു 2 പേർക്കുള്ള അളവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ കപ്പിൽ 1 കപ്പ് അരി നമ്മൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ചേർത്തിരിക്കാം. ഞാനിവിടെ കുഞ്ഞ് ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ ഇപ്പോൾ നമുക്കൊന്ന് മിക്സാക്കി എടുത്തെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് തക്കാളിയും മസാലയൊക്കെ ഈ അരിയിൽ പിടിക്കുന്ന പോലെ മിക്സാക്കി എടുക്കാം. ഇനി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് 2 കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ ഗ്ലാസ് ഏത് ഗ്ലാസ് കൊണ്ടാണോ അരി എടുത്തിരിക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ 2 കപ്പ് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ടെ. ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ഉപ്പാണെങ്കിൽ ഇടേണ്ട. എനിക്കിവിടെ നല്ല കറക്റ്റ് ഉപ്പായിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ. ഏറ്റവും അവസാനം ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചത്, ഫ്രഷ് ആയിട്ട് വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനി നമുക്ക് കുക്കർ അടിച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലാട്ടോ 3 വിസിൽ വരേണ്ടത്. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. ഇതെല്ലാം കൂടിയിട്ടിട്ട് കുക്കറിൽ അടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ചില ആൾക്കാർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ചോറ് സെപ്പറേറ്റ് വേവിച്ചിട്ട് പിന്നെ തക്കാളി വേറെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ചോറൊക്കെ മിക്സ് ചെയ്യുന്നത്. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള തക്കാളി റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടൊമാറ്റോ റൈസ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നത്. വളരെ ഈസിയല്ലേ, ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും, പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് അഭിപ്രായങ്ങൾ നിങ്ങളെ അറിയിക്കണേ. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.